ഹായ് ഓൾ, നമസ്കാരം. ഒരു ഗംഭീര പരിപാടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ കേരള PSC നമ്മുടെ LSTD ഗ്രേഡ് 3 എക്സാമിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ആ ഡിസംബർ 15 അടുപ്പിച്ച് നമ്മുടെ പ്രൊഫൈലിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സാം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ ഒരുപാട് എക്സാംസ്, നമ്മുടെ ഒരു എക്സാം സീസൺ ആണ് ഈ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട്, നമുക്കൊരു ജൂൺ മുതൽ ഇങ്ങോട്ടേക്കുള്ള കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോയത് അല്ലേ. ഇനി അടുത്തൊരു വലിയൊരു മെഗാ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു LSTD ഗ്രേഡ് 3 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമുക്കൊരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് എക്സാം നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. നമുക്ക് പൊതുവെ ഒരു ഓൾ കേരള ലെവലിലായിരുന്നു ഇതുവരെയുള്ള ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. മിക്ക എക്സാംസ് നമ്മുടെ ഒരു LSTD ഗ്രേഡ് 1 അല്ലെങ്കിൽ PWD ഇറിഗേഷൻ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എക്സാംസ് ഒക്കെ, ബാക്കി പല എക്സാംസ് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ട്. ഒരു ചെറിയ വേക്കൻസീസ് വരുന്ന എക്സാംസ് ഒക്കെ പലതും ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു എന്താണ് LSTD ഗ്രേഡ് 3 എക്സാം നമുക്ക് ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടക്കാൻ പോവാണ്. അപ്പൊ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. നമുക്ക് അതുപോലെ എല്ലാവർക്കും അവരുടെ നാട്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒരു ജോലിയിൽ കയറാനുള്ള ഒരു അവസരമാണ്. അപ്പൊ എല്ലാവർക്കും ഇനി നെക്സ്റ്റ് ആ ഒരു എക്സാം ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെ, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ല, ഇനി ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, പല മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ നമുക്ക് ആ ഒരു എക്സാം എത്തിപ്പിടിക്കാന്നുള്ള ആ ഒരു ഐഡിയ അത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 100 ഡേ സ്റ്റഡി പ്ലാൻ. ഒരു 100 ദിവസം ആകുമ്പോഴത്തേക്ക് വെറുതെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ പഠിച്ച് പോലെ മാത്രമല്ല, കറക്റ്റ് ആയിട്ട് ആ ഒരു റിവിഷൻസ് അടക്കം ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് പല ആൾക്കാർക്ക് റിവിഷൻ ചെയ്യണം എന്നറിയാം, പക്ഷെ ഇത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ നമുക്കില്ല അല്ലെ. അപ്പൊ അതെല്ലാം കൂടി നല്ല വൃത്തിയായിട്ട് കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങളത് കാണുക. നമ്മളൊരു ഒരു ജനറൽ ഓവർവ്യൂ ആണ് കംപ്ലീറ്റ് ആയിട്ട് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുള്ള ഒരു സ്റ്റഡി പ്ലാന്, അതിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം അല്ലെ. അപ്പൊ നമ്മൾ ബേസിക്കലി ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ആ ഒരു സിലബസ് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ ആ LSTD ഗ്രേഡ് 3 എക്സാം നടന്നത് അല്ലെ, 135/2021 എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു എക്സാമിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു സിലബസ് തന്നെ കീപ്പ് ചെയ്യായിരിക്കും. ഇനി അതല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം ആ കൺഫർമേഷൻ കൊടുക്കാൻ വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ആ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുക. അതല്ലാണ്ട് ഒരു മേ ബി ഒരു 90-95% നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഈ ഒരു സിലബസ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് വരിക. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പല എക്സാംസിന്റെ ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു സിലബസ് ഒക്കെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നമ്മുടെ ആ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 10 മാർക്ക് ഉണ്ടായിരുന്നു, സർവേയിങ്ങിന് 15 മാർക്ക് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കുക അല്ലെ, ആ ഒരു സബ്ജക്റ്റിന് അത്യാവശ്യം വലിയ 25 മാർക്സിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷന്റെ കേസിലും 15 മാർക്ക് ഉണ്ട്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, അത് നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം കൂടിയിട്ട് 15 മാർക്ക് ഉണ്ട്. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻസ്, അപ്ലൈഡ് മെക്കാനിക്സ്, അതുപോലെ ഒരു ഓട്ടോകാഡ് അല്ലെ, ഈ സബ്ജക്ട്സിന് 6, 8 ആ ഒരു മാർക്ക്. സോ അതാണ് നമ്മുടെ ആ ഒരു സ്പ്ലിറ്റേജ്. അപ്പൊ ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു വെയിറ്റ് അല്ലെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പല സബ്ജക്റ്റും മാർക്ക് വളരെ ഹൈ ആയിട്ടുള്ള സബ്ജക്റ്റിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലാത്ത പല സബ്ജക്ട്, ഓട്ടോകാഡ് ആയാലും നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ആയാലും നമുക്ക് അങ്ങനെ ഒരുപാട് വൈഡായിട്ട് പഠിക്കാനില്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്ന പറയുമ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കാൻ അത്ര അധികം ദിവസമൊന്നും ആവശ്യമില്ല അല്ലെ. ബാക്കിയുള്ള സബ്ജക്ട്സിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ദിവസം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ആ ഒരു ഐഡിയന്റെ ബേസിൽ നമ്മൾ പൊതുവെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാസ്സുകളുടെ ഒക്കെ ബേസിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്രയൊക്കെ ദിവസം ഈ പറയുന്ന ഓരോ സബ്ജക്ട്സിനും കൊടുക്കാം, അതുപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡറിൽ റിവൈസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏകദേശം ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സിനും കൂടിയിട്ട് പറയുന്ന ഒരു എക്സാക്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 57 ദിവസമാണ്. ഇനി 57 ദിവസം 100 ദിവസം എങ്ങനെയായെന്നുള്ളത് അല്ലെ, അത് നമുക്ക് ഗ്രാജുവലി നോക്കാം. അപ്പൊ ഇതിൽ മെയിൻലി നമ്മൾ പറഞ്ഞ ആ 2 സബ്ജക്ട് അല്ലെ, ഒന്ന് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ ആ ഒരു സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്ട്. സോ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ടോപ്പ് ടു ബോട്ടം തിയറി ആണ്. സർവേയിങ്ങിനകത്ത് തിയറിയും അതല്ല കുറച്ചൊരു നമ്മുടെ ഡിക്ലിനേഷന്റെ കേസും അതുപോലെ പല സ്ഥലങ്ങളിലും ചെറിയ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങൾ ഒരു 14 ദിവസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അത്ര കാര്യമായിട്ട് നമുക്ക് ഒരു 1-2 ദിവസം നല്ല കാര്യമായിട്ട് ഇരുന്ന് പഠിച്ചാൽ തീർക്കാൻ പറ്റുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ അല്ലെ.
ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷന്റെ കേസിൽ 6 ദിവസമുണ്ട്. ഹൈഡ്രോളിക് ആൻഡ് ഇറിഗേഷൻ ഞാൻ 8 ദിവസം കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷന്റെ കേസിൽ 3 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്ലൈഡ് മെക്കാനിക്സിന് അത് അഗെയിൻ കുറച്ചൊരു നമുക്കൊരു കൺസെപ്റ്റും അതുപോലെ നമ്മുടെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ളത് കൊണ്ടും അതുപോലെ എന്താണ് ആ ഒരു ന്യൂമറിക്കൽസ് SFD BMD അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ദിവസമെങ്കിലും അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഓട്ടോ ക്യാഡും അത്ര കാര്യമായിട്ടൊന്നുമില്ല, നമുക്കൊരു 2 ദിവസം 8 മാർക്കുണ്ട്. പക്ഷേ ഏകദേശം ഒരു 1-2 ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സബ്ജക്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു കുറച്ച് പഠിക്കാനുള്ള കൂടുതൽ മാർക്കുള്ള സബ്ജക്ട് അല്ലെ, അതിൻ്റെ അകത്തുള്ള മാർക്കുകളൊക്കെ മിക്കവാറും എല്ലാ ആൾക്കാർക്കും വാങ്ങിയെടുക്കാൻ പറ്റും. കുറെ പഠിക്കാനുള്ള കുറെ മാർക്കുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ ഒരു പോർഷൻസ് അല്ലെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റുകൾ എത്ര കാര്യക്ഷമമായിട്ട് പഠിക്കുന്നു എന്ന ആ ഒരു കാര്യത്തിന്റെ ബേസിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ഒക്കെ വരാൻ പോകുന്നത്. ഇതിന്റെ കേസിൽ ഇപ്പം നമുക്ക് ഒരിക്കലും ആ ഒരു കട്ട് ഓഫും അതുപോലെ ആ ഒരു കാര്യം ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് ഫൈനലി നമ്മുടെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമൊക്കെ കിട്ടിയാലാണ് ഏകദേശം, അതുപോലെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺസ്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. അതുപോലെ ആ ഒരു ഓരോ ജില്ലയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ ഒക്കെ ബേസിലായിരിക്കും മിക്കവാറും ആ ഒരു എക്സാം കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ തൽക്കാലം ഇപ്പൊ ഒന്നും പ്രിഡിക്ട് ചെയ്യുന്നില്ല, ആ ഒരു റേഞ്ച് ഒന്നും ആരും തന്നെ പറയുന്നില്ല. അതിനൊക്കെ വാല്യൂസ് പല ജില്ലകളിൽ പല രീതിയിലേക്ക് ആവാം അല്ലെ, ആ ഒരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ആ ഒരു എക്സാം ആയതുകൊണ്ട്. ഇനി ഈ ഒരു കേസ് നമ്മൾ പറയുന്ന പോലെ ഈ ഒരു സബ്ജക്റ്റിന്റെ കേസിൽ ഈ പറയുന്നത് 2 ദിവസമാണോ 14 ദിവസമാണോ അല്ലെങ്കിൽ എന്താണ് 12 ആണോ 6 ആണോ 8 ആണോ എന്നുള്ളത്, അത് എങ്ങനെയാണ് നിങ്ങൾ അത് സ്പ്ലിറ്റ് ആക്കണേന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് അല്ലെ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് നോട്ട് ചെയ്തെടുക്കാം. സോ സ്റ്റോണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നമുക്കറിയാമല്ലോ 25 മാർക്കിന്റെ ഒരു സബ്ജക്റ്റ് ആണ്. അതിന് നമ്മൾ ഇവിടെ പറയുന്നത് 12 ദിവസമാണ്. അത് എല്ലാ ടോപ്പിക്സിനും ഏകദേശം ഒരു ദിവസം വെച്ച് കൊടുത്താൽ മതി. സ്റ്റോണിന്റെ കേസിൽ 1 ദിവസമാണ്. ബ്രിക്ക് ഉണ്ട്, ഇത് ഞാൻ ബേസിക്കലി ആ സിലബസിലുള്ള ഓരോ സാധനം അല്ലെ ഓരോ ഏടുകളും എടുത്തിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്താണ്. സ്റ്റോൺ ഉണ്ട്, ബ്രിക്ക് ഉണ്ട്, സിമെന്റ് ഉണ്ട്, ലൈം, PCC പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, ടിംബർ, ഫൗണ്ടേഷൻ, മേസൺറി, റൂഫിംഗ് ആൻഡ് ടൈൽസ്, ഫ്ലോറിംഗ്, അതുപോലെ ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസും, അതുപോലെ ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ഒക്കെ. ഇതാണ് ആ ഒരു സിലബസിന്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ. അപ്പൊ എല്ലാത്തിനും ബേസിക്കലി അല്ലേ നമുക്ക് ആ ഓരോ ടോപ്പിക് അത്ര വലിയ വൈഡ് ആയിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമല്ല അല്ലെ. അപ്പൊ ഇതെല്ലാത്തിനും നിങ്ങൾ ഓരോ ദിവസം സ്പെൻഡ് ചെയ്യാം. ഈ ഓരോ ദിവസം സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്നുള്ളൊരു ഒരു സാധനം ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ആ ഓരോ എക്സാംസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു വിപുലമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ നിങ്ങൾ രാവിലെ ഒക്കെ ആണെങ്കിൽ മെയിൻലി പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷമുള്ള ആ ഒരു കുറച്ച് നമുക്ക് ഒരു ഉറക്കമൊക്കെ വരുന്ന കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ അല്ല പൊതുവെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം ഉറക്കം വരുന്ന ഒരു ടൈം പീരീഡ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ MCQs ചെയ്യാൻ നോക്കുക. അതുപോലെ എന്താണ് വീണ്ടും വൈകുന്നേരം രാത്രി ഒക്കെ വീണ്ടും ഇരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ടൈം നിങ്ങൾ മാനേജ് ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും അത്യാവശ്യം ഒരു 6 to 8 hours ഒക്കെ പറ്റിയാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ പല ആൾക്കാരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ടൈം പീരീഡ് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അല്ലാണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫുള്ളി പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 6 to 8 hours ഒക്കെ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുക. ഇനി സർവേയിങ്ങിന്റെ കേസ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസിന് 1 ദിവസം, സ്കെയിൽസ് അതുപോലെ ആ ഒരു സ്കെയിൽസിന് വേണ്ടി, ചെയിൻ സർവേയിങ്ങിന് 2 ദിവസം, ലെവലിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 2 ദിവസം, കോമ്പസ് സർവേയിങ്ങിന് 2 ആണ്, ട്രാവേഴ്സിംഗ് തിയോഡലൈറ്റ് ആൻഡ് കോണ്ടൂർസിന് 2 ആണ്, പ്ലെയിൻ ടേബിളിന്റെ കേസിൽ വരുന്ന കാര്യങ്ങൾക്ക് 1 day കൊടുക്കുക, കേർവ്സ് ഏരിയാസ് വോളിയത്തിന് 1, മോഡേൺ സർവേ അതുപോലെ ആ ഒരു മോഡേൺ കുറെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്, GPS, GIS അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി നിങ്ങൾ 2 ദിവസം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ കേസിൽ നമ്മൾ ആ ഒരു കറക്റ്റ് സിലബസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ അതിനെല്ലാം കൂടി നമ്മൾ 4 ദിവസം പറഞ്ഞു. ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷന്റെ കേസിൽ ടെക്നിക്കൽ ടേംസ് കുറെ കാര്യങ്ങൾ ആ ഒരു എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണ്, കോൺട്രാക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ 1 ദിവസം അത് പഠിച്ചെടുക്കുക. എസ്റ്റിമേഷന് 1 day ആണ്. റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് 1 day കൊടുക്കുക. റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക്കിന് നമ്മൾ 1 ദിവസം കൊടുത്തു. ബൈലോസിന്റെ കേസിൽ 2 ദിവസം അല്ലെ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഞാനിത് റഫായിട്ട് ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണമെന്നില്ല. ഞാൻ ആ സബ്ജക്ട്സ് ആ സിലബസിന്റെ അകത്ത് തന്ന ഓർഡറിന്റെ ബേസിൽ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷന്റെ കേസിൽ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ ഉണ്ട്, അതിന് 1 മാർക്കാണ്. കനാൽസ് ആൻഡ് കനാൽ കോമൺസ് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതിന് നിങ്ങൾ 2 ദിവസം കൊടുക്കുക. സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ വർക്ക് അതുപോലെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് അതിന് 1 ദിവസം കൊടുക്കാവുന്നതാണ്. ഡാംസ് ആൻഡ് റിസർവോയറിന് 1 ദിവസം കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി ഇതിനെല്ലാം ഓരോ ദിവസം വീതം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ കേസിൽ എന്താണ് ആ ഒരു മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ ഏരിയ ട്രയാങ്കിൾ അതിന്റെ ഒക്കെ കേസ് ഉണ്ട്, അതിനൊരു ദിവസമാണ്. വോളിയം ഓഫ് സോളിഡ്സിന് ഒരു ദിവസമാണ്. അതുപോലെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സിന്റെ കേസ് അതിൻ്റെ അകത്ത് കുറെ എന്താണ് ആ ഒരു കൺവേർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഓരോ ദിവസം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ആ ഒരു മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് അല്ലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് തോന്നുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറക്കാം. അതുപോലെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് തോന്നുന്ന സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെ തീരെ ബന്ധമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. ലാസ്റ്റ് നമ്മുടെ എന്താണ് ആ ഒരു അപ്ലൈഡ് മെക്കാനിക്സിന്റെ കേസും അതുപോലെ ആ ഒരു ഓട്ടോ കാഡിന്റെ കേസ്. അപ്ലൈഡ് മെക്കാനിക്സിൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതുപോലെ ആ ഒരു ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്സിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് പഠിക്കുന്നില്ല. നമ്മൾ എവിടെയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലാണ് ആ ഒരു ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് പഠിക്കുക അല്ലെ. അപ്പൊ അത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ നമുക്ക് നല്ലപോലെ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് പിടിച്ച് കുളിക്കേണ്ട ഒരു സബ്ജക്ട് ആയതുകൊണ്ട് രണ്ടിനും കൂടി ഞാൻ ഒരു 5 ദിവസം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സിമ്പിൾ മെഷീൻസിന്റെ കേസ്, വർക്ക് പവർ എനർജി, അതുപോലെ ഫ്രിക്ഷൻ, സ്പീഡ് ആൻഡ് വെലോസിറ്റി എല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു 5 ഡേയ്സ് അവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഓട്ടോ കാഡിന്റെ കേസ് ആയാലും എല്ലാം കൂടി ഒരു 2 ദിവസം മതിയാവും അല്ലെ. നമുക്ക് അത്ര വലിയ വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. നമുക്ക് ആ ഒരു കമാൻഡ്സ് പഠിക്കണം, അതിൻ്റെ അകത്ത് അത് യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ് പഠിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ മാത്രമേ ആ ഒരു ഓട്ടോ കാഡിന്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്ക് നമുക്ക് എന്തായി ആ ഒരു 57 ഡേയ്സിന്റെ ആ ഒരു സ്പ്ലിറ്റേജ് ഞാൻ കറക്റ്റ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് ഓരോ ടോപ്പിക്സിന് ഇത്ര ദിവസത്തിനുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെ ആ കേസിൽ റിവിഷന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആ ഒരു എൻറ്റയർ നമ്പർ ഒന്നും കൂടി ഒന്ന് അടിച്ചു ചുരുക്കാം. അതുപോലെ റിവിഷന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൂടി ഒന്ന് അടിച്ചു ചുരുക്കാം. അപ്പൊ ഈ കേസിൽ ഞാൻ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്, നമ്മൾ ജസ്റ്റ് സബ്ജക്ട് പഠിച്ചു പോകാന്ന് മാത്രമല്ല, സബ്ജക്ട് പഠിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഇടയിൽ ഇടക്കിടക്ക് ആ ഒരു റിവിഷനും കൂടി അവിടെ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. MCQs ഒരുപാട് ചെയ്തു നോക്കണം. നമ്മളൊരു 2 hours പഠിക്കുകയാണെങ്കിൽ അല്ലെ പിന്നെയുള്ള ഒരു 1 hour നിങ്ങൾ MCQs ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇടക്കിടക്ക് റെഗുലർ ബ്രേക്സ് എടുക്കുക. നമ്മൾ അത്യാവശ്യം തല പോക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. നമ്മൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു. അത്യാവശ്യം നമ്മുടെ ബ്രെയിൻ എക്സോസ്റ്റ് ആവുന്ന ഒരു പ്രോസസ് ആണ് നമ്മുടെ ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കൽ. അപ്പൊ അതുകൊണ്ട് കുറേ നേരം ഇരുന്ന് പഠിച്ച് ചിലപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് തീരെ ഒരു വയ്യാതായിട്ട് ചിലപ്പോൾ പിന്നെ ആ ഒരു ഫുൾ ഡേ പഠിക്കൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചെറിയ സ്ട്രെച്ച് ആക്കിയിട്ട് പഠിക്കുക. ഒരു ½ an hour അല്ലെങ്കിൽ 1 hour ആ ഒരു സ്ട്രെച്ച് എടുക്കുക, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക അല്ലെ. ബ്രേക്ക് കൊണ്ട് പിന്നെ ആ വഴിക്ക് പോകരുത്, തിരിച്ചു വരണം. പിന്നെ അത് വീണ്ടും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ബ്രേക്ക് എടുക്കുക അല്ലെ. പുറത്ത് ഇൻ ദ സെൻസ് വീട്ടിന്റെ പുറത്ത് വേറെ പല സ്ഥലത്തും പോകാനല്ല, വീട്ടിന്റെ അകത്ത് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുക അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക. റീൽസ് തുറന്നിരുന്നാൽ ചിലപ്പോൾ ആ ഒരു ദിവസം മൊത്തം റീൽസിന്റെ പുറത്ത് പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്രേക്കും കൂടി എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചു വരിക, MCQs ചെയ്യുക അല്ലെ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ കേസിലാണ് ഞാൻ ഓൾറെഡി അവിടെ എന്താണ് ഇനി അങ്ങോട്ടേക്കുള്ളത് എല്ലാം തന്നെ ഒരു ജനറൽ ഓവർവ്യൂ ആണ്. ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആ സബ്ജക്ട്സിന്റെ ആ ഒരു ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന കോളംസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അത് ഏതെങ്കിലും പഠിച്ച സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അല്ലെ, പഠിച്ച് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആണ് തോന്നുന്ന സബ്ജക്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു ബന്ധം കിട്ടാൻ വേണ്ടി. ഇനി അതല്ലെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ എക്സാംസിനും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കും, അറിയാത്ത കാര്യം അവസാനം പഠിക്കാൻ വെക്കും അല്ലെ. അതുകൊണ്ട് ആദ്യം പഠിച്ച സാധനമൊക്കെ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു പഠിത്തം നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ സമയം ഇല്ലാണ്ടാവും. അപ്പൊ നമ്മൾ പൊതുവെ സ്ഥിരമായിട്ട് ഒഴിവാക്കി വിടുന്ന ചില സബ്ജക്ട്സ് ചില ടോപ്പിക്സ് ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥിരമായിട്ട് ഒഴിവാക്കി വിടുന്ന സബ്ജക്ട്സ് ആദ്യം എടുത്ത് പഠിച്ചാലും ഓക്കെയാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കും കവറാം. പിന്നെ ഓൾറെഡി പഠിച്ച ആ ഒരു സാധനം പിന്നെ പോയിട്ട് നല്ലോണം റിവൈസ് ചെയ്താൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാത്ത സാധനം നമ്മുടെ കയ്യിൽ വരും. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്താൽ മതി, റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ 100 day പ്ലാൻ ആണ്. സോ 100 day പ്ലാനിന്റെ കേസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഈ LSCD Grade 3 എക്സാം അല്ലെ 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ ഒരു LSCD Grade 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സംഘടിപ്പിക്കുക. നമ്മൾ സൈറ്റിൽ തപ്പിയാൽ അല്ലെ, ഓൺലൈനിൽ തപ്പിയാൽ നമ്മുടെ കേരള PSCന്റെ വെബ്സൈറ്റിനകത്ത് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിന്റെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ അല്ല ഫൈനൽ ആൻസർ കീ തന്നെ തപ്പുക. പ്രൊവിഷണൽ ആൻസർ കീനകത്ത് മിക്കവാറും പലതും തെറ്റിയിട്ട് അത് തിരുത്തിയിട്ടുണ്ടാവും അല്ലെ. സോ ഫൈനൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അത് ഞാൻ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് പറയുന്ന കാര്യമാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അത് ചെയ്ത് നോക്കുക, അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ ആൻസർ കീ നോക്കുക അല്ലെ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ് ഒരു OMR ഷീറ്റ് വേണമെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് PDF അല്ലെ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ ബാക്കി തെറ്റ് കാര്യങ്ങൾ പഠിക്കരുത്. ജസ്റ്റ് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുക അല്ലേ, ജസ്റ്റ് ആ OMR ഷീറ്റിൻ്റെ അകത്ത് നിങ്ങൾ ടിക്ക് ഇടുക, ബാക്കി തെറ്റിയത് റോങ് മാർക്ക് ചെയ്യുക. ആ ഒരു നെഗറ്റീവ് മാർക്കൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഒരു മാർക്ക് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അതായത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു സെയിം പ്രോസസ്, ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് രണ്ട് പ്രാവശ്യം, ഒരു 2-3 പ്രാവശ്യം കൂടി ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. സോ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക, അത് മാറ്റി വെക്കുക, എവിടെയെങ്കിലും എടുത്ത് വെക്കുക, ആ മാർക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഈ ഒരു പ്രോസസ്സിന് മുന്നേ എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇത്ര ആയിരുന്നുള്ള രീതിയിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വീക്ക് 1 ഡേ 1 മുതൽ ഡേ 6 വരെ നമ്മൾ സ്റ്റഡി അല്ലെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. 6 ദിവസം നമ്മൾ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഞാനിപ്പോൾ ഈ കേസിൽ പറയുന്നത് അല്ലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സബ്ജക്റ്റിനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 സബ്ജക്റ്റ് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. സോ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഫസ്റ്റ് 6 ടോപ്പിക്, സ്റ്റോൺ ഫസ്റ്റ് ഡേ, ബ്രിക്ക് സെക്കൻഡ് ഡേ, സിമെന്റ് 3rd ഡേ, ലൈമ് 4th ഡേ അല്ലെ, അല്ലെങ്കിൽ സ്റ്റോൺ ഫസ്റ്റ് ഡേ, ബ്രിക്ക് സെക്കൻഡ് ഡേ, പിന്നെ അത് കഴിഞ്ഞ് സർവേയിങ്ങിന്റെ അകത്ത് ആ ഒരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ആ 3rd ഡേയിൽ എടുക്കാം, സ്കെയിൽസ് 4th ഡേയിൽ എടുക്കാം. അതുപോലെ എന്താണ് നമുക്ക് വേറെ വല്ല സബ്ജക്ട് അല്ലേ, ഈ ഒരു ഹൈഡ്രോളിക്സിനകത്ത് ടേംസ് യൂസ് ഇൻ ഇറിഗേഷൻ വേണമെങ്കിൽ ആ ദിവസം പഠിക്കാം, 5th ഡേ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡും ബേസിക് കമാൻഡ്സും വേണമെങ്കിൽ 6th ഡേ. അത് നിങ്ങളുടെ ആ ഒരു ആവശ്യാനുസരണം, നിങ്ങളുടെ ആ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ നിങ്ങൾ ആ ഒരു കാര്യം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം നമ്മുടെ ഫസ്റ്റ് റിവിഷൻ ആണ്. സോ ഫസ്റ്റ് റിവിഷനിൽ ഈ കഴിഞ്ഞ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക. നമ്മൾ റിവിഷൻ കഴിഞ്ഞ് അവസാനമൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻലി ആ ഒരു ഷോർട്ട് നോട്ട്സ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്കിൽ ഫസ്റ്റ് ഡേ നമ്പർ 8 മുതൽ 12 വരെ അല്ലെ, 8ാമത്തെ ദിവസം മുതൽ 12ാമത്തെ ദിവസം വരെ അടുത്ത ആ ഒരു 5 ടോപ്പിക്സ്, ആ ഒരു 5 ദിവസം അല്ലെ, നമുക്ക് നെക്സ്റ്റ് 5 ഡേയ്സ് ഉണ്ട്. സോ ആ ഒരു 5 ദിവസം നിങ്ങൾ അടുത്ത ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക. ആ ഒരു 5 ദിവസം നിങ്ങൾ ആ ഒരു ടോപ്പിക് സ്റ്റഡി ചെയ്യുക. ഞാൻ ഈ സൈഡിൽ 6, 11, 16 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആഡ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് 13ാം ദിവസം നമ്മൾ ആ ഫസ്റ്റ് വീക്ക് പഠിച്ച അല്ലെ, ആ ഒരു 6 ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ആ നോട്ട്സ് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഒറിജിനൽ നോട്ട്സ് തന്നെ നിങ്ങൾ എടുത്ത് പഠിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് 14th ഡേ നമ്മൾ ആ ഒരു സെക്കൻഡ് വീക്കിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെ, ആ ഒരു ഡേ നമ്പർ 8 മുതൽ 12 വരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് പഠിക്കാൻ നോക്കും, ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. വീക്ക് 3ന്റെ കേസ് 15th ഡേ മുതൽ 19th ഡേ വരെ അല്ലെ, 15ാമത്തെ ദിവസം മുതൽ 19ാമത്തെ ദിവസം വരെ നിങ്ങൾ വീണ്ടും ആ ഒരു ബാക്കി നെക്സ്റ്റ് 5 ഡേയ്സ് ആണ്. ആ ഒരു 5 ഡേയ്സിന്റെ ഇടയിൽ അടുത്ത ആ ഒരു 5 ടോപ്പിക്സ്, 5 ദിവസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്ട് ആദ്യം കംപ്ലീറ്റ്ലി കവർ ചെയ്തതിന് ശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്യാം അല്ലെ. ഏതെങ്കിലും 1-2 സബ്ജക്ട് എടുത്തിട്ട് നമുക്ക് ഒരു അല്ലെ കുറേ ദിവസം ഒരു സബ്ജക്ട് പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 1-2 സബ്ജക്ട് മിക്സ് ചെയ്തില്ല, 2-3 സബ്ജക്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാവുന്നതാണ്. ഇനി അവിടെ എന്താണ് വീണ്ടും അല്ലെ, ആ ഒരു സൈക്കിളാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. സോ ഡേ 20 സെക്കൻഡിലെ റിവിഷൻ, ഡേ 21 സെക്കൻഡ് വീക്കിലെ റിവിഷൻ, ഡേ 21 3rd വീക്കിൽ പഠിച്ച കാര്യങ്ങളുടെ ആ ഒരു റിവിഷൻ. അത് കഴിഞ്ഞിട്ട് അഗെയിൻ വീക്ക് 4 നമ്മൾ 22ാം ദിവസം മുതൽ 26 വരെ വീണ്ടും പഠിക്കുകയാണ്. ആ ഒരു 5 ദിവസം നമ്മൾ അടുത്ത ആ ഒരു ടോപ്പിക്സ് കുറച്ച് പഠിക്കുകയാണ്. 27 റിവിഷൻ വീക്ക് 3 ആണ്. അത് കഴിഞ്ഞിട്ട് 20th ഡേയിൽ വീക്ക് 4 അല്ലെ, ആ ഒരു കറന്റ് ആയിട്ടുള്ള വീക്കിൽ പഠിച്ച ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് 29ാമത്തെ ദിവസം എന്ത് ചെയ്യാം, നിങ്ങൾ ഫസ്റ്റ് 2 വീക്കിൽ പഠിച്ച ആ ഒരു കാര്യങ്ങൾ അല്ലെ, അതിന്റെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഓൾറെഡി ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം വീതം റിവിഷൻ നടത്തി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസ് 2 പ്രാവശ്യം റിവൈസ് ചെയ്ത സാധനം ആയതുകൊണ്ട് പിന്നെ അത് റിവൈസ് ചെയ്യാൻ അത്ര സമയം വേണ്ടിയില്ല അല്ലെ. അപ്പൊ ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കിലെയും കാര്യങ്ങൾ ഒരുമിച്ച് റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 30th ഡേ നമുക്ക് കുറച്ചൊന്ന് അല്ലെ, ഒരു 29 ദിവസം നമ്മൾ അത്യാവശ്യം നല്ലോണം മെനക്കെട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 30th ഡേ നിങ്ങളൊരു കാര്യം ചെയ്യുക, രാവിലെ നമ്മൾ പൊതുവെ ആ ഒരു എക്സാംസ് ഒക്കെ നമ്മുടെ രാവിലെ ആയതുകൊണ്ട് അല്ലെ, രാവിലെ ആയതുകൊണ്ട് ആ സെയിം ടൈം ആ ഒരു 7:20 മുതൽ 8:50 അല്ലെ, ആ ഒരു ടൈമിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്നും കൂടി കാര്യങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ കീ ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക അല്ലെ. ആ കേസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. ഉറപ്പായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ കുറേ കാര്യം നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി ആ ഡേ 30 വേണമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ വേണ്ടി നോക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളതുകൊണ്ടും പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളതായതുകൊണ്ടും വേണമെങ്കിൽ ഒരു ചെറിയൊരു റെസ്റ്റ് ഒക്കെ അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ഒരു സിനിമയൊക്കെ കാണാൻ പോവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവാം. അങ്ങനെ ആ ഒരു റെസ്റ്റ് എടുത്ത് ഒന്നും കൂടി നിങ്ങൾ ആ നെക്സ്റ്റ് പ്രോസസ്സുകളിലേക്ക് നമ്മളെ ഒന്ന് സജ്ജമാക്കി വെക്കുക. ഇനി വീണ്ടും സെയിം പരിപാടിയാണ്.
ആ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ ആ 5th വീക്കിൽ ബാക്കി 31 to 34 എന്ന് പറഞ്ഞ ഡേയ്സിൽ പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 35th ഡേയിൽ റിവിഷൻ ആണ്. വീക്ക് 3 and 4 പഠിച്ചാൽ റിവിഷൻ ആണ്. 36th ഡേയിൽ 5th വീക്കിലെ റിവിഷൻ ആണ്. നിങ്ങൾ ഈ പറയുന്ന ആ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പറയുന്നത് 63rd ഡേയിലാണ് അടുത്ത ആ ഒരു റിവിഷൻ പ്ലസ് ആ ഒരു PYQ. സോ 63ാമത്തെ ദിവസം അല്ലെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സബ്ജക്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു കംപ്ലീറ്റ് ഓർഡറിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വഴി ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറിയാൽ ആ ഒരു എന്താണ് ആ ഒരു PDF അവൈലബിൾ ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആ ഒരു ഐഡിയക്ക് എഴുതിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ പറയില്ല. വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു പ്രിഫറൻസിനനുസരിച്ച് അതൊന്ന് കൂട്ടിക്കുഴച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് സാധനം ഈ പറഞ്ഞ 100 ദിവസം കൊണ്ടല്ലേ നമ്മുടെ ഒരു കംപ്ലീറ്റ് സബ്ജക്ട് LSTD ഗ്രേഡ് 3ന്റെ സിലബസിന്റെ ആ ഒരു ബേസിലുള്ള ആ ഒരു കംപ്ലീറ്റ് സബ്ജക്ട്സ് നമുക്ക് റിവിഷനോട് കൂടി പഠിച്ചു തീർക്കാവുന്നതാണ് അല്ലെ. അപ്പൊ 63rd ഡേയിൽ വീണ്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, അത് റിവൈസ് ചെയ്തു. അത് വീണ്ടും നമ്മൾ ചെയ്തു നോക്കി, അതിന്റെ ആ ഒരു മാർക്ക് നോക്കുകയാണ് അല്ലെ. ഇനി നെക്സ്റ്റ് 3rd സൈക്കിളിൽ വീണ്ടും എന്താണ് നമ്മൾ ആ ഒരു വീക്ക് 10, വീക്ക് 11, വീക്ക് 12, വീക്ക് 13 ഈ ഒരു പ്രോസസ് ഫോളോ ചെയ്യുക. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഞാൻ വീണ്ടും അത് വായിച്ച് വെറുതെ ആ ഒരു സമയം കളയുന്നില്ല അല്ലെ. സോ സെയിം പ്രോസസ് ആണ്. നമ്മൾ ആ ഒരു സ്പെസിഫിക് വീക്കിൽ ആ വീക്കിലെ റിവിഷൻ ഉണ്ട്, അതിന് മുന്നേ നടന്ന കുറെ വീക്സിൻ്റെതായിട്ടുള്ള കുറെ റിവിഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർഡർ, അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു 100 ഡേ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരേ സാധനം നമ്മൾ മിക്കവാറും 4 or 5 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് അത്യാവശ്യം നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് നല്ല തറവായിട്ട് ബ്രെയിനിൽ അല്ലെ നിങ്ങളുടെ തലയിൽ ഫീഡ് ചെയ്തിരിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാം. സോ 90 ആയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഈ പറയുന്ന ആ ഒരു 4-5 റിവിഷൻസ്, ആ 4-5 റിവിഷൻസോടുകൂടി ഏകദേശം ആ ഒരു കംപ്ലീറ്റ് സബ്ജക്ട്, ഞാൻ ഈ 57 എന്ന് പറയുന്ന ആ ഒരു നമ്പർ അല്ലേ, ആ 57 എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയുന്ന ആ ഒരു പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നമ്പറാണ്. സോ ബാക്കി റിവിഷന്റെ ഡേയ്സ് ഈ 90-നകത്ത് ബാക്കി 33 ഡേയ്സ് നമ്മൾ റിവിഷനും ആ ഒരു PYQs ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു 57 നമ്പർ ഓഫ് ഡേയ്സ് ആ സ്പെസിഫിക് ആയിട്ട് നമ്മൾ 57 ദിവസം ഓൾറെഡി ഈ പറഞ്ഞ ആൾക്കാർക്ക് ആ സബ്ജക്ട്സ് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ച് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ റിവിഷൻസ് അടക്കം നമ്മൾ 90th ഡേയിൽ കംപ്ലീറ്റ് പരിപാടി തീർത്തു അല്ലെ. ഇനി നിങ്ങൾ 91 മുതൽ അങ്ങോട്ടേക്ക് ആ ഓരോ സബ്ജക്ട് തന്നെ എടുത്തിട്ട് നമ്മൾ ആ വീക്ക് ബൈ വീക്ക് അല്ല ഓരോ സബ്ജക്ട് തന്നെ എടുത്ത് റിവൈസ് ചെയ്യാം. സോ ഡേ നമ്പർ 91 to 92 ആ 2 ദിവസം നിങ്ങൾ നമ്മുടെ വലിയൊരു സബ്ജക്ട് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് റിവൈസ് ചെയ്തു. 93 and 94 സർവേയിങ് റിവൈസ് ചെയ്തു. 95th ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ റിവൈസ് ചെയ്തു. 96 ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ റിവൈസ് ചെയ്തു. 97 അപ്ലൈഡ് മെക്കാനിക്സ് റിവൈസ് ചെയ്തു. 98-നും 99-നുമായിട്ട് നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, അതുപോലെ ആ ഒരു യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ റിവൈസ് ചെയ്തു. അതുകൊണ്ട് 100ാമത്തെ ദിവസം വീണ്ടും സെയിം പരിപാടി നമ്മൾ ആദ്യം അല്ലെ ഫസ്റ്റ് ചെയ്ത് വെച്ചുള്ള ആ ഒരു PYQ ഒന്നും കൂടി എടുത്ത് ചെയ്ത് നോക്കുക. അത് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പഠിക്കാണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് അല്ലെ കുറെ അത്ര വലിയൊരു മാർക്ക് ഉണ്ടാവില്ല. നമ്മൾ ആ 30 ഡേയ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിനകത്ത് ഒരു ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ 60 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ചെറിയ ഇൻക്രീസ് വന്നിട്ടുണ്ടാവും അല്ലെ. ചെറുതല്ല, ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ടാവും. അത് ആ 100ാം ദിവസം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് നമുക്ക് ബേസിക്കലി നമ്മുടെ ഗ്രോത്ത് കാണിച്ചു തരുന്ന ഒരു പ്രോസസ് ആണ്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഗ്രാജുവലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ് ആണ്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് 100 ദിവസത്തിൽ അല്ലെ 100 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്ന കംപ്ലീറ്റ് സബ്ജക്ട് LSTD ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ വരും, അപ്ലൈ ചെയ്യുക അല്ലെ. അതിന്റെ എക്സാം മേ ബി പെട്ടെന്ന് തന്നെ വിളിച്ചാലും നിങ്ങൾക്ക് അല്ലെ ആ ഒരു എക്സാം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അഡ്വൈസ് വരുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്, ഒരു എളുപ്പ വഴിയാണ് അല്ലെ. അപ്പൊ അതാണ് ആ ഒരു കേസ്. അപ്പൊ ഈ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മിഷൻ ഓഫീസർ 1 and 2 ബാച്ച് നല്ല കാര്യക്ഷമമായിട്ട് നല്ല വളരെയധികം വലിയൊരു സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മിഷൻ ഓവർസിയർ 3.0 എന്ന് പറയുന്നത് ആ ഒരു നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. January 2nd നമ്മുടെ ആ ഒരു ബാച്ച്, ഒരു ലോങ് ടേം ബാച്ച് ആണ് ലോഞ്ച് ആവുന്നത്. സോ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4,999 ആണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഇറിഗേഷൻ ഒക്കെ അല്ലെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ആ ഒരു ഈ നമ്മുടെ LSTD ഗ്രേഡ് 3 കൂടെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ January 5 ടാർഗറ്റ് AE ബാച്ച്, പുതിയ ടാർഗറ്റ് AE ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് 12,999 ആണ്. അപ്പൊ ഈ 2 ബാച്ചസിനുമായിട്ടുള്ള ഡീറ്റെയിൽസിന് നിങ്ങൾ താഴെ കാണുന്ന ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9995-100-800 അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കാര്യമായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് അല്ലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.